ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2022-23 ആനുവൽ എക്സാമിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 14 വരെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 48 സെൻറ്റിമീറ്റേഴ്സ്. ദ റേഷ്യോ ബിറ്റ്വീൻ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഈസ് 5:3. പിന്നെ അതിന് താഴെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് കാണണം, അതുപോലെ കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. പിന്നെ ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 സെൻറ്റിമീറ്റർ ദെൻ ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്തുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പെരിമീറ്റർ എത്രയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. പെരിമീറ്റർ എത്രയാണ്? 48 സെൻറ്റിമീറ്റർ ആണ്. നമുക്കറിയാം പെരിമീറ്റർ കാണാനുള്ള സൂത്രവാക്യം എന്താണ്? 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 48 എഴുതാലോ. ഇനി നമുക്ക് കാണേണ്ടത് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ആ 2നെ നമുക്ക് സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകണം. അപ്പോൾ 2 ഇൻറ്റു എന്നുള്ളത് സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആവും അല്ലേ. ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാവും. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 48 ഡിവൈഡഡ് ബൈ 2 എന്നായില്ലേ. ഇനി 48നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 24 എന്ന് കിട്ടും. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്തത് ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 5:3 എന്നല്ലേ. അത് വെച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാൽ 24 ആണ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അവയുടെ റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആയതുകൊണ്ട് തന്നെ ലെങ്ത്തിന് നമുക്ക് 5x എന്നും ബ്രെഡ്ത്തിന് നമുക്ക് 3x എന്നും കൊടുക്കാം. പിന്നെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടിയും കൂട്ടുമ്പോൾ, അതായത് 5xും 3xും കൂടെ കൂട്ടുമ്പോൾ 8x എന്ന് പറയുന്നത് 24 ആണ്. നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ലെങ്ത്തും ബ്രെഡ്ത്തും 24 ആണ്. അതുകൊണ്ട് തന്നെ 8x എന്ന് പറയുന്നത് 24 ആണ്. ഇനി ആദ്യം നമുക്ക് എക്സിൻ്റെ വില കണ്ടുപിടിക്കാം. എക്സ് എത്രയാണ്? ആ 8നെ സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകും. അപ്പോൾ അത് ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാവും. അപ്പോൾ x ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 8 എന്നാവും. 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? 3 എന്ന് കിട്ടും. അപ്പോൾ എക്സ് 3 ആണ്. എക്സ് 3 ആണെങ്കിൽ ലെങ്ത് എത്രയാണ്? ലെങ്ത് എന്ന് പറയുന്നത് 5x ആണ്. അപ്പോൾ 5 ഇൻറ്റു 3 കണ്ടാൽ മതി അല്ലേ. ലെങ്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നതോ 9 സെൻറ്റിമീറ്റർ ആണ്. 3 ഇൻറ്റു 3 അപ്പോൾ 9 സെൻറ്റിമീറ്ററും ആണ്. ഇനി എക്സ് ഉപയോഗിച്ചിട്ടല്ലെങ്കിൽ അതിനെ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതായത് നീളത്തിന് പിന്നെ 24ൻ്റെ പിന്നെ 8ൽ 5 ഭാഗം അല്ലേ. 5ആണ് പിന്നെ നീളത്തിൻ്റെ റേഷ്യോ വരുന്നത്. അത് 5ഉം 3ഉം കൂടെ കൂട്ടിയ 8ൽ 5 ആണ്. അപ്പോൾ 24 ഇൻറ്റു 5/8 കണ്ടാലും എന്ത് കിട്ടും? നീളം കിട്ടും. അതുപോലെ 24 ഇൻറ്റു 3/8 കണ്ടാൽ വീതിയും കിട്ടും. അപ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്? 15 സെൻറ്റിമീറ്ററും 9 സെൻറ്റിമീറ്ററും ആയിട്ട് നീളവും വീതിയും കിട്ടും. ഇനി ഇതിൽ തന്നെയുള്ള 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ എന്താവും? ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്താവും എന്നാണ് കണക്കാക്കേണ്ടത്. ലെങ്ത്ത് 15 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 9ക്ക് 1 സെൻറ്റിമീറ്ററും കൂടി കൂട്ടുമ്പോൾ 10 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ 15:10 എന്നാവും. നമുക്കറിയാം റേഷ്യോ എഴുതുമ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയ ഫോമിൽ എഴുതണം അല്ലേ. അങ്ങനെ ആകുമ്പോൾ 15ലും 10ലും 5 ഉണ്ട്. അപ്പോൾ എത്ര വീതമുണ്ട്? 15ൽ 3ഉം 10ൽ 2 ഉണ്ട്. അപ്പോൾ അതെങ്ങനെ എഴുതാം? 3:2 എന്ന് ആൻസറായിട്ട് എഴുതാം. ഇനി നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ദ മെഷർമെൻറ്റ്സ് ഷോൺ ഇൻ ദ ഫിഗർ. എന്നിട്ടൊരു ചിത്രം തന്നിട്ടുണ്ട്. അതിൻ്റെ അളവുകളൊക്കെ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. മീറ്റർ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് വരക്കാം. പി ക്യൂവിന് 6 സെൻറ്റിമീറ്ററിലൊരു വര വരച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ക്യൂവിൽ നിന്ന് ഒരു 5 സെൻറ്റിമീറ്ററിൽ കോമ്പസ് ഉപയോഗിച്ച് ഒരു ആർക്ക് വരച്ചു കൊടുക്കണം. പിന്നെ പിയിൽ നിന്ന് 8 സെൻറ്റിമീറ്ററിലും കോമ്പസ് ഉപയോഗിച്ചിട്ടൊരു ആർക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ 2 ആർക്കും കൂടെ ജോയിൻ്റ് ആവണ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ക്യൂവിൽ നിന്നും ലൈൻ വരക്കുക, പിയിൽ നിന്നും ലൈൻ വരക്കുക. അപ്പോൾ നമുക്ക് PR-ഉം QR-ഉം കിട്ടും. ഇനി അതിനുശേഷം നമുക്ക് പിയിൽ നിന്ന് 7 സെൻറ്റിമീറ്ററിൽ വീണ്ടും ഒരു ആർക്ക് വരക്കുക, 6ൽ നിന്ന് 4 സെൻറ്റിമീറ്ററിൽ വീണ്ടും ഒരു ആർക്ക് വരക്കുക. അത് ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്തിന് നമുക്ക് എസ് എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് PS-ഉം പിയിൽ നിന്ന് എസ്സിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതുപോലെ 6ന്ന് എസ്ക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ അളവിലുള്ള ഒരു ചതുർഭുജം നിർമ്മിക്കാൻ പറ്റും. വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, PQRS എന്നുള്ള പേര് അതിന് കൊടുക്കണം. അതുപോലെ ഈ ക്വാഡ്രിലാറ്ററലിലെ അളവുകളൊക്കെ നമ്മളതിൽ മാർക്ക് ചെയ്ത് കൊടുക്കും വേണം. ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. x = -5, y = -6, z = 4. അങ്ങനെയാണെങ്കിൽ x - y എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ x - y ഇൻറ്റു z എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ x - y ഇൻറ്റു z, xz - yz ഇവ തുല്യമാണോ എന്ന് പരിശോധിക്കാൻ വേണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ x - y കാണാനാണ് അല്ലേ. x -5 ആണ്, y -6 ആണ്. അപ്പോൾ x - y എന്ന് പറയുമ്പോൾ -5 കുറക്കണം -6. അപ്പോൾ നോക്കൂ, അതിൽ 2 മൈനസ് അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതെന്താവും? പ്ലസ് ആവും. അപ്പോൾ അതെങ്ങനെ എഴുതാം?
-5 + 6 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നോക്കൂ, ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. അപ്പോൾ 6ന്ന് 5 കുറക്കുക, അപ്പോൾ 1 കിട്ടും. വലുതിൻ്റെ ചിഹ്നം എന്താണ്? പ്ലസ് ആണ്, പോസിറ്റീവ് ആണല്ലേ. അപ്പോൾ അത് ഇടണമെന്നില്ല. അപ്പോൾ ആൻസർ എത്ര കിട്ടിയേ? 1 എന്ന് കിട്ടി. അപ്പോൾ x - y എന്ന് പറയുന്നത് 1 ആണ്. ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ x - y × z കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ x - y എത്രയാണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 1 ആണ്. അതിനെ ഇൻറ്റു z ചെയ്താൽ മതി. z 4 ആണ്. അപ്പോൾ 1 × 4 കണ്ടാൽ മതി. 1 × 4 എത്രയാണ്? 4. അപ്പോൾ x - y × z എത്രയാണ്? 4 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യന് x - y × z-ഉം xz - yz-ഉം തുല്യമാണോ എന്ന് പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ x - y × z 4 നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി xz - yz എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ xz - yz എത്രയാണ്? x എന്ന് പറയുന്നത് -5 ആണ്, z 4 ആണ്. അപ്പോൾ -5 × 4 -6 × 4 കണ്ടുപിടിക്കുക. അപ്പോൾ -5 × 4 എത്രയാണ്? 4×5 20 ആണ്. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസും ആണ്. അപ്പം -20 എന്ന് കിട്ടും. കുറക്കണം. പിന്നെ എത്രയാണ്? -6 × 4. -6 × 4 എന്ന് പറയുമ്പോൾ 6 4 24 ആണ്. അപ്പോൾ അതിന് പ്ലസും മൈനസും ഗുണിക്കുമ്പോൾ എന്താണ്? മൈനസ് ആണ്. അപ്പോൾ -24 എന്നും കിട്ടും. അപ്പോൾ -20 -24 രണ്ട് മൈനസ് അടുത്തുണ്ട്, അത് പ്ലസ് ആവും. അപ്പോൾ -20 + 24 എന്ന് കിട്ടൂലേ. അപ്പോൾ ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ 24ന് 20 കുറക്കുമ്പോൾ 4 കിട്ടും. വലുതിൻ്റെ ചിഹ്നം എന്താണ്? പോസിറ്റീവ് തന്നെയാണ്, പ്ലസ് തന്നെയാണ്. അപ്പോൾ നമുക്കതിന് ചിഹ്നം ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ 4 തന്നെ കിട്ടിയില്ലേ. അപ്പോൾ നോക്കൂ, x - y × z 4 ആണെന്ന് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചു. ഇതും എന്തുതന്നെയാണ്? xz - yz എന്തുതന്നെയാണ്? 4 തന്നെയാണ്. അപ്പോൾ അത് തുല്യമാണ്, നമുക്ക് ഉത്തരം കിട്ടിയില്ലേ. അപ്പോൾ നമ്മളതും കൂടെ എഴുതി കൊടുക്കണം. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്നിട്ടൊരു കൺസെപ്റ്റ് തന്നിട്ടുണ്ട് അതിൻ്റെ താഴെ. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ദി ഡിഫറൻറ്റ് ബിറ്റ്വീൻ ദ സ്ക്വയർ ഓഫ് ദ സം ഓഫ് ദി നമ്പേഴ്സ് ആൻഡ് ട്വൈസ് ദെയർ പ്രൊഡക്റ്റ്. എന്നിട്ട് റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് അടുത്ത ലൈൻ എന്താണെന്ന് എഴുതാനാണ്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക? ആദ്യം നമുക്ക് ആദ്യത്തെ ആ ഒരു പാറ്റേൺ നോക്കാം. അപ്പോൾ അത് താഴേക്ക് നോക്കുമ്പോൾ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ അടുത്ത വരിയിൽ എന്തായിരിക്കും? 5 സ്ക്വയർ ആയിരിക്കും അല്ലേ. അപ്പോൾ 5 സ്ക്വയർ പിന്നെ പ്ലസ് പിന്നെ മറ്റേതൊക്കെ 4 സ്ക്വയർ കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പർ, അതായത് 3 സ്ക്വയർ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ അതെന്താവും? 5 സ്ക്വയർ + 4 സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? 5ഉം 4ഉം കൂടിയും കൂട്ടീൻ്റെ സ്ക്വയർ, അതായത് 9 സ്ക്വയർ മൈനസ് പിന്നെ 2 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, അതങ്ങനെ തന്നെ എഴുതുക, ഇൻറ്റു പിന്നെ ആ 2 സംഖ്യയും കൂടി ഗുണിച്ചെഴുതുക, അതായത് 5 × 4 എന്ന് ഗുണിച്ചെഴുതുക. അപ്പോൾ 5 സ്ക്വയർ + 4 സ്ക്വയർ ഈക്വൽ ടു 9 സ്ക്വയർ മൈനസ് 2 × 5 × 4 എന്നുള്ളതാണ് അടുത്ത ലൈനായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 8 സ്ക്വയർ + 7 സ്ക്വയർ ഈക്വൽ ടു പിന്നെ 8ഉം 7ഉം കൂട്ടിയ 15 15 സ്ക്വയർ മൈനസ് പിന്നെ 2 അവിടെ സ്ഥിരസംഖ്യയാണ്. അപ്പോൾ 2 ഇൻറ്റു പിന്നെ ബ്രാക്കറ്റിൽ എന്താ കൊടുക്കേണ്ടത്? 8 × 7 എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ. എന്താണ് 8 × 7 ആയത്? നമ്മൾ ആദ്യം എടുത്തത് 8 സ്ക്വയർ + 7 സ്ക്വയർ ആണ്, അതുകൊണ്ടാണ് 8 × 7 എന്ന് വന്നത്. ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 20 സ്ക്വയർ + 10 സ്ക്വയർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വരിക? 20ഉം 10ഉം കൂടെ കൂട്ടുക, അപ്പോൾ 30 അല്ലേ. 30 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു പിന്നെ 20 × 10 അങ്ങനെയല്ലേ എഴുതേണ്ടത്. 30 സ്ക്വയർ മൈനസ് 2 അവിടെ സ്ഥിരസംഖ്യയാണ്, ഇൻറ്റു പിന്നെ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് കൊടുക്കണം? 20 × 10 തന്നെ കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. a സ്ക്വയർ + b സ്ക്വയർ ഈക്വൽ ടു എത്രയാണെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം 2 സംഖ്യയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ സ്ക്വയർ, അതായത് എയും ബിയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ സ്ക്വയർ ഇല്ല, a + b ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു പിന്നെ ബ്രാക്കറ്റിൽ എന്താ ചെയ്യേണ്ടത്? a × b അങ്ങനെയല്ലേ എഴുതേണ്ടത്. ഓക്കെ, a + b ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു a × b എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.